ഹായ് ഓൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മളിന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസ് വീഡിയോസിന് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു നെറ്റാണ് കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന നെറ്റില്ലേ, ആ ഒരു നെറ്റാണ്. എന്നിട്ട് ഈ നെറ്റ് എടുത്തിട്ട് ഇതിനെ ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്യാണ്. നല്ല ലെങ്ത്തുള്ളൊരു നെറ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്യുന്നത്. എന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് 2 പീസാക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് വിടർത്തി വലിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശരിക്കുള്ള ആ ഒരു സൈസില്ലേ, ആ ഒരു സൈസിലോട്ട് ഇതേപോലെ വലിച്ച് ആക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്നും ഇരിക്കരുത്, എല്ലാ സൈഡും ഒരേ ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായി വലിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മൾ സാധാരണ പേപ്പർ ഫാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മടക്കില്ലേ, മുകളിലോട്ടും താഴോട്ടും അങ്ങനെ. അപ്പോൾ അതേപോലെ നമ്മൾ ഈ ഒരു നെറ്റ് പീസിനെ മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു മടങ്ങിയിരിക്കുന്ന ഒരു ഇതിൽ നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുക, അതിൻ്റെ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത പീസും ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 പീസും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നിൻ്റെ മുകളിലോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുക. നമ്മളിപ്പോൾ ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ ഗ്രീൻ വൂൾ എടുത്തിട്ടാണ് കെട്ടുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു നൂലെടുത്തിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടാൻ വേണ്ടി ശ്രമിക്കണം. കറക്റ്റായിട്ട് സെൻറ്റർ തന്നെ ആയിട്ട് കെട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ ഒന്ന് മടക്കി പിടിച്ചിട്ട് എല്ലാം ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടി ലെവലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് ലെവലായിക്കോളൂ കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ ഓപ്പണായിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗമല്ലേ, അവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. ത്രെഡ് നമ്മൾ മാറ്റിയിടുക കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് വരുമ്പോൾ 4 സൈഡുകൾ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഫെവിബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് ഫെവിക്കോളൊക്കെ ആയാലും മതി. അപ്പോൾ പക്ഷേ കുറച്ചധികം സമയം പിടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ 4 ഓപ്പണുള്ള സൈഡുകളും നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഒരു ഇതിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി വയ്ക്കുക. അതുപോലെ തന്നെ സെൻറ്റർ ഭാഗം ഒന്നുകൂടി ടൈറ്റ് ആക്കിയിട്ട് എക്സ്ട്രാ ഉള്ള ആ ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ലെവലല്ലാത്ത ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കേട്ടോ. അപ്പോൾ ഇപ്പം നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അറിയില്ല കേട്ടോ, ജോയിൻ ചെയ്തതാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതേപോലെ നമുക്ക് നന്നായിട്ട് ഒട്ടിച്ച് ഒന്ന് ഉണക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇതിനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫർ ക്ലോത്താണ്. നമ്മൾ ക്രിസ്മസ് ക്യാപ്പ് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള കട്ട് ചെയ്ത് ബാക്കി വന്ന പീസാണ്. അതൊന്ന് സെൻറ്ററിൽ വെച്ചിട്ട് ആ ഒരു ഇത് ക്ലോസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് തെർമോക്കോൾ ബോൾസൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കയ്യിലുള്ള എന്ത് ഐറ്റംസ് വെച്ചിട്ടായാലും നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു റെഡ് കളറും വൈറ്റ് കളറും തെർമോക്കോൾ ബോൾസൊക്കെയാണ് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള ഫോം ഷീറ്റ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോരോ ഷേപ്പുകളാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒരു പേപ്പർ ഫ്ലവറും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു റിബൺ ചെയ്യാണ്. റിബൺ എടുത്തിട്ട് ഒരു ബോ പോലെ ഉണ്ടാക്കുകയാണ്. ജസ്റ്റ് ഈ കാണുന്ന പോലെ ഫിംഗർമ ചുറ്റിയിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ടൊരു ബോ ചെയ്തെടുക്കാൻ പറ്റും. കാണിച്ചു തരാം. ഇങ്ങനെയൊന്ന് ആക്കുക, പിന്നെ ഇങ്ങോട്ട് എടുക്കുക. കണ്ടോ, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഫിംഗറിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ലാസ്റ്റ് വന്ന ആ ഒരു ഇത് സെൻറ്ററിൽ ഇങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ബോ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയാണ് കേട്ടോ, ഈ ഒരു ബോ ഉണ്ടാക്കിയെടുക്കൽ. അതിങ്ങനെ ക്രോസ് ആയിട്ട് ഫിംഗറിന് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബോ ഉണ്ടാക്കി കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ആ ഒരു എക്സ്ട്രാ താഴെ നിൽക്കുന്ന ആ ഒരു ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇതേപോലെ തന്നെ ഒരു ഗോൾഡൻ ത്രെഡ് കൊണ്ടും അതേപോലെ തന്നെ ഞാനൊരു ബോ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതും അതേപോലെ തന്നെ ഫിംഗർമ കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങ് ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് വൂളൻ ത്രെഡുകൾ യൂസ് ചെയ്തിട്ടൊക്കെ ഇങ്ങനത്തെ ഇത് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ സാധാ നൂലായാലും ചെയ്താൽ മതി. ഇപ്പോൾ തെർമോക്കോൾ ബോൾസും ഇതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് വൂളുകളുകൊണ്ട് ഇങ്ങനെ റിബൺ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ഇതിന് നമുക്കൊരു ഹാങ്ങിങ് കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിനും ഒരു ത്രെഡ് എടുത്തിട്ട് ഇതിപ്പോൾ നെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു ഹോളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കെട്ടുമ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് മുകളിലൊരു റിബൺ പോലെ തന്നെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. എക്സ്ട്രാ ഉള്ള പീസ് കട്ട് ചെയ്ത് കളയല്ല ചെയ്യുന്നത്. അവിടെ നമ്മളിത് ഇങ്ങനെ ഒന്ന് പിടിച്ച് കെട്ടി കൊടുക്കുമ്പോൾ അതും ഒരു ഭംഗിയായിട്ട് അവിടെ ഇങ്ങനെ ഒരു റിബൺ പോലെ നിൽക്കുമ്പോൾ ഒരു ഭംഗിയായിരിക്കില്ല, ബോ പോലെ നിൽക്കുമ്പോൾ അതും ഒരു രസമായിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. സ്റ്റോൺസ്, ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
നമ്മളിതുപോലെ നമുക്ക് വോളിലോ നമ്മുടെ ഡോർമലോ ഒക്കെ എക്സ്മസ് റീത്ത് പോലെ ഡെക്കറേറ്റ് ചെയ്തിടാം. അതല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ട്രീമേ നമുക്കിത് ഹാങ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ കേട്ടോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. ലവ് യു ഓൾ.